ആലപ്പുഴയിലെ നമ്മുടെ MLA ഉണ്ടല്ലോ പ്രതിഭ, അപ്പോൾ UR പ്രതിഭയുടെ മകൻ കനുവിനെ എക്സൈസ് സംഘം പിടികൂടി എന്നൊരു വാർത്ത വന്നിരുന്നു. അത് പിന്നീട് പ്രതിഭ MLA സമൂഹ മാധ്യമങ്ങളിൽ അത് നിഷേധിച്ച് രംഗത്ത് വരികയും ചെയ്തു. കഞ്ചാവുമായി പിടികൂടി എന്നുള്ളതായിരുന്നു പ്രചരിച്ചിരുന്നൊരു വാർത്ത. ആദ്യഘട്ടം കിട്ടുന്ന വാർത്തയനുസരിച്ച് 90 ഗ്രാം കഞ്ചാവുമായിട്ട് പിടികൂടി എന്നായിരുന്നു ലഭിക്കുന്ന വാർത്ത. പിന്നീട് ഇത് 30 ഗ്രാമായി, ഒടുവിൽ ഇത് 3 ഗ്രാമായിട്ട് മാറുന്ന ഒരു അത്ഭുത സവിശേഷ സാഹചര്യമുണ്ടായി. ഒടുവിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ 3 ഗ്രാമായിട്ട് ഈ കനുവിനെ അല്ല പിടികൂടിയത്, കനുവിൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് 3 ഗ്രാം കഞ്ചാവ് പിടികൂടിയത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 ഗ്രാമിൽ താഴെയാണെങ്കിൽ കേസെടുക്കാൻ കഴിയില്ല, കേസെടുക്കാം പക്ഷേ ജാമ്യത്തിൽ വിടാം എന്നുള്ളതാണ്. 3 ഗ്രാം എന്നായിട്ടത് മാറുന്നു. അപ്പോൾ സുഹൃത്തിൻ്റെ പോക്കറ്റിൽ നിന്നാണ് എടുത്തതെന്നാണ് എക്സൈസിൻ്റെ നിഗമനം. അപ്പോൾ എന്തായാലും കനുവിനെതിരെ ഇപ്പോൾ ചുമത്തിയതായിട്ട് അറിയാൻ സാധിക്കുന്നത് മകൻ്റെ പേര് കനുവെന്നാണ്. കഞ്ചാവ് വലിച്ചു എന്ന് പറയുന്ന NTPCയിലെ 27ാമത്തെ ദുർബലമായിട്ടുള്ള ഒരു വകുപ്പ് മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ആദ്യം വന്നത് 90 ഗ്രാം കഞ്ചാവുമായിട്ട് കസ്റ്റഡിയിൽ, പിന്നീട് വന്നത് 30 ഗ്രാം കഞ്ചാവുമായിട്ട് കസ്റ്റഡിയിൽ, പിന്നീട് വന്നത് 3 ഗ്രാം കഞ്ചാവുമായിട്ട് കസ്റ്റഡിയിൽ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ളത് കഞ്ചാവ് വലിച്ചതിന് കസ്റ്റഡിയിലെടുത്തു, പക്ഷേ അപ്പോഴും പോലീസ് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു, കസ്റ്റംസ് എക്സൈസ് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആരാണെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഇത്തരം സാധനങ്ങളുടെ ഉപയോഗവും വിപണനവും ഒക്കെ കൂടി വരുന്നു എന്നുള്ളത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾ അറിയില്ല, മക്കൾ ഇറങ്ങി പോകുമ്പോൾ ഇവൻ കഞ്ചാവ് വലിക്കാൻ വേണ്ടി ഏതെങ്കിലും കലങ്ങിനടിയിൽ പോയിരിക്കുകയാണോ, അതല്ല അവൻ തത്വശാസ്ത്രം പറയാൻ പോകും. തത്വശാസ്ത്രം പറയുന്ന വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ കുറഞ്ഞു.